അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെടും. സ്ത്രീകൾ ഈ റമദാനിൽ ലാസ്റ്റത്തെ 10 നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിൽ എത്തുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യങ്ങൾ മാറുകയും ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബർക്കത്ത് വരികയും വീട്ടിലുള്ള എല്ലാവർക്കും ബർക്കത്ത് കിട്ടുകയും ചെയ്യും. വീട്ടിൽ ബർക്കത്ത് കിട്ടുക എന്നത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാലേ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കുകയുള്ളൂ. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തൊട്ട് ഏറ്റവും ഭയമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ദിക്ർ ഉപകാരപ്പെടും. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചൊല്ലുക, ധാരാളം ചൊല്ലുകയും ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ചെയ്യുക. നമുക്ക് പടച്ച റബ്ബ് അതിനുള്ള ബറക്കത്തും ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു തരും, അതുറപ്പാണ്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത്, സ്ത്രീകൾ റമദാൻ മാസത്തിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊരു ജോലിയാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഏതോ മനസ്സാലെ നിങ്ങൾ ജോലി ചെയ്യരുത്. അള്ളാഹിനോട് ആദ്യം ഒരു നിയ്യത്ത് വെക്കുക. അള്ളാഹ്, ഞാൻ റമദാനിൻ്റെ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഇതൊരു ഇബാദത്താക്കി സ്വീകരിക്കണേ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫലം കിട്ടും. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും വീട്ടു ജോലി ചെയ്യുമ്പോഴും നാവ് കൊണ്ട് നമ്മൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. റമദാൻ മാസത്തിലായാലും അല്ലെങ്കിലും നമ്മുടെ ശീലം ഇങ്ങനെ കൊണ്ടുവരിക. അടുത്തൊരു ശീലം നിങ്ങൾ കൊണ്ടുവരേണ്ടത്, നിങ്ങൾ എല്ലാ ജോലി ചെയ്യുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലി വെക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലുക. വെള്ളം കുടിക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലുക. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇരുന്നു കൊണ്ട് കുടിക്കുക, ബിസ്മി ചൊല്ലി കുടിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾ ബിസ്മി ചൊല്ലുക. നമ്മളെല്ലാത്തിനും ബിസ്മി കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരുപാട് തവണ ബിസ്മി ചൊല്ലേണ്ടത് വരും. അപ്പോൾ നമുക്ക് ആഹിറത്തിലും ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസ്മി കാരണം ഉയരങ്ങളിൽ എത്താൻ കഴിയും. നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുകയാണ് എന്ന്. വെറുതെയല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരു ദിക്ർ. ഈ ഒരു ആയത്ത് ഒരു സഹാബി അള്ളാഹുവിനോട് മനം നൊന്ത് ദുആ ചെയ്തു, എനിക്ക് എന്തെങ്കിലും ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ആവശ്യങ്ങൾ നിറവേറാൻ പറ്റുന്ന ഒരു ദിക്ർ പറഞ്ഞു തരണേ എന്ന്. ആ സഹാബി അന്ന് രാത്രി സ്വപ്നത്തിൽ കണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റാണ്. നമ്മൾ കൊല്ലം ഫസ്റ്റ് അറബി മാസത്തിൽ നമ്മൾ ബിസ്മി എഴുതി വെക്കുന്നുണ്ടല്ലോ, ബിസ്മി ചൊല്ലുന്നുണ്ടല്ലോ 113. നമ്മൾ ഈ ഒരു ബിസ്മി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ 113, 313 ഒക്കെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി ഫലം കിട്ടുകയും ചെയ്യും. നമ്മുടെ വീടുകളിൽ നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞില്ലേലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൂട്ടിയിട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ഉയരങ്ങളിൽ എത്തും. അതുപോലെ എന്ത് കാര്യം നടക്കുമ്പോഴും എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. പ്രിയ സഹോദരി, നിങ്ങളിത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലെത്തും. ഭർത്താക്കന്മാരിൽ സാലറി വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും ഉയരങ്ങളിലെത്താൻ കഴിയും. പ്രയാസങ്ങൾ മാറിക്കിട്ടും, അത് ഉറപ്പാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ അത്ഭുത അമലാണിത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും കൂടെ കൂട്ടുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.